ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ സാബുമാനെ പോലെ ഭാഗ്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെയില്ല. എനിക്ക് തോന്നുന്നു മറ്റു സീസണുകളിൽ വെച്ച് നോക്കിയാൽ പോലും ഇതുപോലെ ഭാഗ്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഒരു വാഴയായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം മുൻപോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ്, പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ടും ഓരോ എവിക്ഷനും വളരെ മികച്ച രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് താണ്ടിയാണ് സാബുമോൻ ഇപ്പോൾ 11ാമത്തെ ആഴ്ചയിലും എത്തി നിൽക്കുന്നത്. 11ാമത്തെ ആഴ്ചയിലും പുള്ളിയുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഒരു എവിക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ ഈ ഒരു 11ാമത്തെ ആഴ്ച നോമിനേഷനിലും സാബുമോനെ സംബന്ധിച്ചില്ല. അതോടൊപ്പം ഈ 11ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനും സാബുമോൻ തന്നെയാണ്. എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കണം. പുറത്ത് വന്നൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ലോട്ടറി പോലും സാബുമാന് അടിച്ചേക്കുമെന്ന് തോന്നുന്നു. അതുപോലെ ഒരു ഭാഗ്യം ഉള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് സാബുമോൻ. എന്താണെങ്കിലും ഈ ഒരു 11ാമത്തെ ആഴ്ചയിൽ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലെ നോമിനേഷൻസിൽ വന്ന് പോയാൽ മാത്രമേ സാബുമോൻ ഇനി ഒരു എവിക്ഷനെ പറ്റി പേടിക്കേണ്ടതുള്ളൂ. സോ ഒരു 84-85 ഡേയ്സ് വരെയും സാബുമോൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് 12ാമത്തെ ആഴ്ച അവസാനം വരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സാബുമാൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതാണ് സാബുമോനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ബഹളം വെച്ച് അലമ്പി ടാസ്കുകളിൽ ഭയങ്കരമായിട്ട് കളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് നിലപാടുകൾ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തൻ്റെതായിട്ടുള്ള സ്ഥാനം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് കഠിന ശ്രമങ്ങൾ നടത്തുമ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു റോബോട്ടിനെ പോലെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതും 2-3 മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം കണക്കെ നടക്കുന്ന സാബുമാന് എങ്ങനെയാണ് ഈ ഒരു സീസണിൽ മുൻപോട്ട് പോകുന്നതെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടാണോ, ബിഗ് ബോസിന്റെ പാർഷ്യാലിറ്റിയിൽ മറ്റു പല കണ്ടസ്റ്റൻസിനെയും കയറ്റിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ടി ഒരു ബലിയാടാക്കിയിട്ട് സാബുമാനെ അവിടെ നിർത്തുന്നതാണോ എന്ന് പോലും സംശയമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഫോർമാറ്റിലാണ് പോകുന്നത് എങ്കിൽ മേ ബി ഒരു ബലിയാട് കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് 5 മേ ബി സാബുമാൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ നല്ലൊരു ശതമാനവും ഉണ്ട്. ചിലപ്പോൾ ടോപ്പ് 6-ൽ നിന്നോ അല്ലെങ്കിൽ ടോപ്പ് 7-ൽ നിന്നോ ആ ഒരു സമയത്ത് വല്ലതും പുറത്തേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ടോപ്പ് 5-ൽ സാബുമോൻ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യതയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം തുണച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 ഏതാണ്ട് സാബുമോന്റെ കയ്യിൽ തന്നെ ഭദ്രമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകര് ഇതേ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. സാബുമോൻ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ അനുയോജ്യനാണോ എന്നൊക്കെ. എന്താണെങ്കിലും പേഴ്സണലി എനിക്ക് സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു നല്ല മനുഷ്യനാണ്. പ്രത്യേകിച്ച് ആരെയും വെറുപ്പിക്കുന്ന കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് ഒരു ബിബി മെറ്റീരിയൽ എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയണ്ടേ. അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്നറിയില്ല. എന്താണെങ്കിലും ക്യാപ്റ്റൻസി ടാസ്കിൽ മറ്റുള്ളവരുടെ ഗെയിം കളിയോ അല്ലെന്നുണ്ടെങ്കിൽ പാർഷ്യാലിറ്റി കൊണ്ടോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ചെയ്ത് ഈ ഒരു 11ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടും സാബുമാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്റ്റൻസിയിൽ എനിക്കും അത്ര ഒരു എന്താ പറയുന്ന 100% ഫെയർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരെ എല്ലാവരും കള്ളക്കളിയും കാര്യങ്ങളും തന്നെയായിരുന്നു ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ. പക്കാ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്ന അനുമോൾ പ്രോപ്പറായിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുമോളെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. എന്നിട്ട് പലരും പറയുന്നു അനുമോളെ മറ്റുള്ളവരെല്ലാവരും കൂടെ പറ്റിച്ചു എന്ന്. അനുമോൾ അവിടെ നേരെ ചുവ ആ ഒരു ടാസ്ക് ചെയ്തിട്ട് പോലുമില്ല. പിന്നെ ആര്യന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആര്യനും കള്ളത്തരങ്ങളും കാര്യങ്ങളും എല്ലാം ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സാബുമാനെ സംബന്ധിച്ച് പുള്ളി കഷ്ടപ്പെട്ട് ലാസ്റ്റ് വരെ നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് നോക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ കൈ ബെൻഡായിട്ടാണ് ഇരുന്നത് ആ ഒരു കയറും പിടിച്ച് നിൽക്കുന്ന സമയത്ത്. എനിക്കാവും പുള്ളിക്ക് നല്ല രീതിയിൽ ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സാഹചര്യങ്ങളും പുള്ളിക്ക് ഫേവർ ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേസ് നമുക്ക് നോക്കാം സാബുമാൻ എവിടം വരെയും ഈ ഒരു എന്താ പറയുന്ന സൈലന്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ പോകാൻ സാധിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഈ ഒരു സീസണിന്റെ വിന്നർ തന്നെ ആകുമോ സാബുമാൻ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശക്തരായിട്ടുള്ള കണ്ടസ്റ്റൻസുമായിട്ട് നോമിനേഷനിൽ വന്നു കഴിയുമ്പോൾ അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്താണ് സാബുമാൻ എല്ലാ വീക്കിലും നോമിനേഷൻസ് തരണം ചെയ്ത് ഇപ്പോഴും ഈ ഒരു സീസണിലെ ടോപ്പ് 10 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിൽ നിൽക്കുന്നത്. എന്തായാലും സാബുമാൻ ചെറിയൊരു മീനല്ല. എന്തൊക്കെയോ കരുതിക്കൂട്ടിയും അതുപോലെ തന്നെ പുറത്തു എന്തോ വൻ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സെറ്റപ്പും ഇല്ലാതെ പുള്ളി ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രേക്ഷകർ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വെറുക്കുന്നവരെല്ലാം അവരോടുള്ള വെറുപ്പ് സാബുമോൻ വോട്ട് ചെയ്ത് തീർക്കുന്നുവെന്നും എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഏതുവരെയും പോകുമെന്ന്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.